കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 10, 16 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. തങ്ങളുടെ സിനഗോഗുകളിൽ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും. നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് നയിക്കപ്പെടും. അവിടെ അവരുടെയും വിജാതീയരുടെ മുമ്പാകെ നിങ്ങൾ സാക്ഷ്യം നൽകും. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്തെന്നാൽ നിങ്ങളല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം നിങ്ങൾ സർവ്വരാലും ദ്വേഷിക്കപ്പെടും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. ഒരു പട്ടണത്തിൽ അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവിൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യപുത്രൻ്റെ ആഗമനത്തിന് മുമ്പ് നിങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങളിലെല്ലാം ഇങ്ങനെ ഓടി പൂർത്തീകരിക്കുകയില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, അനുദിന ജീവിതത്തിൽ നമ്മൾ നിരന്തരം ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് നമ്മുടെ കുടുംബത്തിനൊക്കെ ഒരു സുരക്ഷിതത്വം വേണം, ദൈവിക സംരക്ഷണം വേണം. രണ്ടാമത്തേത്, നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളൊക്കെ നമുക്ക് സാധിച്ചു കിട്ടണം. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട പ്രതിവചന സങ്കീർത്തനം, അതിനകത്ത് സങ്കീർത്തനത്തിലൂടെ കർത്താവ് ഇതിനുള്ള കൃത്യമായ പരിഹാരമാർഗം, അല്ലെങ്കിൽ ഈ ലോകത്ത് സുരക്ഷിതരായിരിക്കാനും നമ്മൾ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാനും കർത്താവിൻ്റെ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന രണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഈ ലോകത്ത് സുരക്ഷിതരായിരിക്കാൻ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക. അതിന് പറയാണ്, ഈ ഭൂമിയിൽ നിങ്ങൾ സുരക്ഷിതരായിരിക്കാൻ, ദൈവിക സംരക്ഷണത്തിലായിരിക്കാൻ ചെയ്യേണ്ട കാര്യമാണ്. ഒന്ന്, ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുക. രണ്ട്, നന്മ ചെയ്യുക. പലരുടെയും പ്രശ്നം, ചിലപ്പോൾ വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ട് ദൈവത്തിൽ വിശ്വാസമുണ്ട്. പക്ഷെ ആ വിശ്വാസത്തിന് ഉതകുന്ന പ്രവൃത്തി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പ്രവൃത്തി ഇല്ലാതെ പോകും. വിശ്വാസവും ഭയങ്കര പ്രാർത്ഥനയും ആത്മീയതൊക്കെ കാണിക്കുമ്പോഴും ജീവിതത്തിൻ്റെ ഒരു പ്രശ്നത്തിൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ അതിനോട് പ്രത്യുത്തരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ വിശ്വാസം യഥാർത്ഥ വിശ്വാസം ആയിട്ടില്ല എന്ന്. അപ്പോൾ വിശ്വാസമുണ്ടായിരിക്കുകയും വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് യഥാർത്ഥ വിശ്വാസമല്ല. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹയിൽ പോലും കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന, യാക്കോബ് ശ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവം ഏകനാണെന്ന് പിശാചുക്കൾ പോലും വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളും പിശാചുക്കളും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട്? പിശാചുക്കൾ ഒരു വ്യത്യാസം എന്നാൽ പിശാചുക്കൾ നന്മ ചെയ്യല, ചെയ്യുന്നതൊക്കെ തിന്മയാണ്. അപ്പോൾ നമ്മൾ പൈശാചികമായി ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്. ദൈവത്തിൽ വിശ്വാസമുണ്ട്, ദൈവ സാന്നിധ്യത്തിൽ വിശ്വസിക്കുന്നുണ്ട്, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ പ്രവർത്തികളിൽ തത്തുല്യമായ വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ കാണാതെ പോവുക. അപ്പം അതുകൊണ്ട് ഇവിടെ സങ്കീർത്തകൻ പറയാണ്, നിങ്ങൾ ഈ ഭൂമിയിൽ ദൈവിക സംരക്ഷണത്തിനായിരിക്കാൻ ചെയ്യേണ്ട കാര്യം ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് നന്മ ചെയ്യുക. ചെയ്യാവുന്ന അത്രയും നന്മ യേശുവിനോടുള്ള ബന്ധത്തിലും വിശ്വാസത്തിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളെ കാണുമ്പോൾ, നമ്മുടെ പ്രവൃത്തി കാണുമ്പോൾ അനേകർക്ക് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ദൈവത്തിൽ അടിയുറച്ച് വിശ്വാസമുള്ളവനാണ് എന്നുകൂടി നമ്മൾ വെളിപ്പെടുത്തുകയാണ്. അത് നമുക്കൊരു ദൈവിക കാരണം ദൈവഹിതം അന്വേഷിച്ച്, ദൈവഹിതം അനുസരിച്ച്, ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ദൈവബദൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവൻ്റെ മേൽ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കരം ഉയർന്നു നിൽക്കും. അവൻ ഈ ഭൂമിയിൽ സുരക്ഷിതനായിരിക്കും. എന്നിട്ട് രണ്ടാമത് പറയാണ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടണോ? എന്തു ചെയ്യണം?
കർത്താവിൽ ആനന്ദിക്കുക. ഇത് ആത്മീയ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ലോജിക്കാണ്, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ആത്മീയ രഹസ്യമാണ്. എന്താണ്? കർത്താവിൽ ആനന്ദിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ കർത്താവ് സാധിച്ചു തരിക. നമ്മുടെ ചിന്ത, നമ്മുടെ ആലോചന, നമ്മുടെ തീരുമാനം, നമ്മുടെ ആഗ്രഹം എങ്ങനെയാണെന്നറിയാമോ? എൻ്റെ ആഗ്രഹങ്ങളൊക്കെ കർത്താവ് സാധിച്ചതാ, എന്നിട്ട് ഞാൻ കർത്താവിൽ ആനന്ദിക്കാം. ഞാൻ ചോദിക്കുന്നതും ഞാൻ പ്രാർത്ഥിക്കുന്നതും എൻ്റെ ആവശ്യങ്ങളൊക്കെ നീ സാധിച്ചു തരുവാണെങ്കിൽ ദൈവം ഞാൻ സന്തോഷിക്കാം, ഞാൻ നിന്നിൽ ആനന്ദിക്കാമെന്ന് പറയുകയും അത് അങ്ങനെ ജീവിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. ഇവിടെ അതൊന്ന് തിരുത്തുകയാണ് സങ്കീർത്തകൻ, ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്യുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ആദ്യം കർത്താവിൽ ആനന്ദിക്കുക, നിങ്ങളുടെ ആഗ്രഹങ്ങൾ കർത്താവ് സാധിച്ചു തരാം. മത്തായി 6:31 നാം വായിക്കുന്നത്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം എന്ന് പറയുന്നത് പോലെ ആദ്യം കർത്താവിൽ ആനന്ദിക്കുക. ഇന്ന് കടന്നു പോകുന്ന പ്രയാസങ്ങളുടെ, പ്രതിസന്ധികളുടെ, തിക്താനുഭവങ്ങളുടെ, തിരസ്കരണ അനുഭവങ്ങളുടെ, ഞെരുക്കപ്പെടുന്ന അനുഭവങ്ങളുടെ, രോഗാവസ്ഥകളുടെ ഒക്കെ നടുവിൽ നിങ്ങൾ കർത്താവിൽ ആനന്ദിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ കർത്താവ് സാധിച്ചു തരും. അതായത് ഏത് അനുഭവത്തിൽ ഞാൻ എൻ്റെ കർത്താവിൽ ആശ്രയിക്കുന്നുണ്ടെന്നുള്ള അനുഭവമാണ് ഞാൻ ഉറക്കെ പറയുന്നത്. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും എൻ്റെ ആശ്രയത്വം എൻ്റെ കർത്താവിലാണ് എന്ന് ഉറക്കെ പറയുകയാണ്. എന്ത്? ആ അനുഭവത്തിൽ നാം ആനന്ദിക്കാൻ തുടങ്ങുമ്പോൾ, സന്തോഷിക്കാൻ തുടങ്ങുമ്പോൾ. സങ്കടങ്ങളുടെയും വേദനകളുടെയും ദുഃഖങ്ങളുടെയും ഒക്കെ അനുഭവങ്ങൾ ഈ ലോകം സമ്മാനിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ആനന്ദിക്കാൻ പറ്റണമെങ്കിൽ അത്ര കണ്ട് കർത്താവിനോട് ചേർന്നിരിക്കുന്ന ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു ജീവിതത്തിന് സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഹൃദയം കർത്താവിൽ ഉറപ്പിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുമെന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. ഇനി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈശോ നമ്മുടെ മുമ്പിൽ വലിയൊരു ചലഞ്ച് വയ്ക്കുക. നിങ്ങളെ ചെന്നായുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകൾ എന്ന പോലെ ഞാൻ അയക്കുന്നു എന്ന് പറഞ്ഞാൽ സുവിശേഷ ജീവിതത്തിനായി സ്വർഗം നമ്മളെ ഏവരെയും ക്ഷണിക്കുന്നു. ഇനി ഈ അനുഭവത്തിൽ ചില കാര്യങ്ങൾ കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. നിശ്ചയമായി നിങ്ങൾക്ക് പീഡനങ്ങൾ ഉണ്ടാകും, നിങ്ങൾക്ക് വേദനകൾ ഉണ്ടാകും. ഈ ലോകത്തിൽ മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുക, മനുഷ്യരാൽ നിങ്ങൾ പീഡിപ്പിക്കപ്പെടും. യേശുവിനോട് ചേർന്നിരിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവ് പറയുന്നതാണ്, ഈ പീഡനങ്ങളൊന്നും കണ്ട് നമ്മൾ ഭയപ്പെടേണ്ട. ഇതെല്ലാം നമ്മുടെ ദൈവത്തോടുള്ള വിശ്വസ്തത അടയാളപ്പെടുത്തുന്ന സമയമായിരിക്കും. ഇപ്പോൾ നമുക്ക് ഈ ലോകത്തിൽ നിന്ന് മനുഷ്യരാൽ ഈശോയോട് ചേർന്ന് വിശുദ്ധ ജീവിതം നയിക്കാൻ തുടങ്ങുമ്പോൾ, അല്ലേ, വിവേകത്തോടെ, പാമ്പുകളെ പോലുള്ള ആത്മീയ വിവേകത്തോടും പ്രാവുകളെ പോലെയുള്ള ആത്മീയ നിഷ്കളങ്കതയിലും പരിശുദ്ധിയിലും സ്നേഹത്തിലും ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന, മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന പീഡനങ്ങളും വേദനകളിലും നിങ്ങൾ അസ്വസ്ഥരാകണ്ട. ഇത് നമ്മുടെ വിശ്വസ്തത അടയാളപ്പെടുത്താനുള്ള അനുഭവങ്ങൾ കർത്താവ് നമുക്ക് സമ്മാനിക്കുന്നതാണ്. ഇത് പറയാണ്, അവസാനം വരെ ഈ അനുഭവങ്ങളിലൊക്കെ പിടിച്ചു നിൽക്കുക, രക്ഷ പ്രാപിക്കും. ഇതൊക്കെ നമ്മുടെ അനുദിന ജീവിത യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈശോ നമ്മളോട് സംസാരിക്കുകയാണ്. നമുക്കുണ്ടാകുന്ന സുവിശേഷത്തെ പ്രതിയുള്ള, ഈശോയെ പ്രതിയുള്ള എല്ലാ പീഡനങ്ങളുടെ നടുവിലും ഏത് മനോഭാവത്തോടെ നമ്മൾ ജീവിക്കണം എന്ന് ഈശോ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. കൂട്ടിച്ചേർക്കുന്ന എങ്ങനെയാണ്? അവസാനം വരെ ഈശോയോട് ചേർന്നിരിക്കുക, അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. പരിശുദ്ധാത്മാവ് തരുന്ന ഈ സ്നേഹത്തിൻ്റെ ഐക്യത്തിൽ ജീവിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ ബലിയിലൂടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.